നമസ്കാരം. വെളിച്ചം ചാനലിലേക്ക് സ്വാഗതം. 2026 ജൂൺ 22, 23, 24, 25 തീയതികളിൽ മേടം രാശിക്ക്, മേടം ലഗ്നത്തിനും അടിപൊളി ദിവസങ്ങളാണ്. മേടം രാശി എന്ന് പറയുമ്പോൾ അശ്വതി, ഭരണി, കാർത്തിക, ആദ്യപാദം. പിന്നെ നിങ്ങൾക്ക് ലഗ്നം കണ്ടുപിടിക്കാൻ അറിയില്ലെങ്കിൽ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ അതൊക്കെ നോക്കാം. അതായത് ജ്യോതിഷപരമായ നിങ്ങളുടെ സംശയങ്ങൾക്ക് ഞാൻ മറുപടി പറയുന്നതാണ്. വാട്സാപ്പിൽ ബന്ധപ്പെടുക, ഫോൺ വിളിക്കരുത്. എൻ്റെ വാട്സാപ്പ് നമ്പർ 9847291363. ഓക്കെ. അതുപോലെ തന്നെ തീർച്ചയായിട്ടും ഇതുപോലുള്ള അവസരങ്ങൾ ചൂണ്ടിക്കാണിച്ചു തരുന്നതിന് ഒരു നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക എന്ന് പറയുന്ന പുതിയ പരിപാടിയുണ്ട്, അതും ചെയ്യാം. അപ്പോൾ ഇവിടെ ജൂൺ 21 ചൊവ്വ വെളുപ്പിന് 1:15 AM മേടം രാശിയിൽ നിന്ന് ഇടവൻ രാശിയിലേക്ക് രാശി മാറുന്നു. അപ്പോൾ മേടൻ രാശിക്ക് പ്രതികൂലമായിരുന്നു ഈ ചൊവ്വ ഇവിടെ ഈ ലഗ്നത്തിൽ, ജന്മത്തിൽ നിൽക്കുന്നത്. ഓക്കെ, അത് മാറി ഒരു ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലം തരുന്ന അവസ്ഥയിലേക്ക് മാറി ഒന്നാമതായിട്ട്. അപ്പോൾ ഒരു പ്രതികൂലാവസ്ഥയിലുള്ള പ്രധാനപ്പെട്ട ഒരു ഗ്രഹം, അനുകൂലാവസ്ഥ എന്ന് പറയാൻ പറ്റില്ലെങ്കിലും ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ഫലത്തിലേക്ക് വരുന്നു. അതുകൂടാതെ ബുധൻ ജൂൺ 22 വൈകിട്ട് 3:32 PM ബുധൻ കർക്കിടക രാശിയിലേക്ക് വരുന്നു. അപ്പോൾ അത് ഇവർക്ക് അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ ചൊവ്വ പ്രതികൂലാവസ്ഥയിൽ നിന്ന് മാറുന്നു, ബുധൻ അനുകൂലാവസ്ഥയിലേക്ക് വരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ കണക്കാക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ മേടം രാശിക്ക് ഈ ദിവസങ്ങളിൽ ശനി മാത്രമാണ് ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നിൽക്കുന്നത്. അതൊരു വലിയ മാറ്റമാണ്. ഓക്കെ, കണ്ടകശനിയാണ് ശരി. പക്ഷെ അത് നമുക്ക് ശനിയാഴ്ച വ്രതമെടുത്ത് ശിവന് ജലധാര, അയ്യപ്പന് നീരാഞ്ജനം, ശനിക്ക് എള്ളുവിളക്ക് അല്ലെങ്കിൽ അർച്ചന നടത്തിക്കഴിഞ്ഞാൽ ശനിദോഷം നമുക്ക് മാറിക്കിട്ടും. തീർച്ചയായിട്ടും അത് കൂടാതെ നിരവധി കാര്യങ്ങളുണ്ട് നമുക്ക് ഈ ഭാഗ്യങ്ങളെല്ലാം കിട്ടുന്നതിന്. അപ്പോൾ അതൊക്കെ നമ്മൾ ഡീറ്റെയിൽഡായിട്ട് പറയുകയാണെങ്കിൽ വീഡിയോയുടെ നീളം 1 മണിക്കൂർ 2 മണിക്കൂറൊക്കെ അങ്ങ് പോവും. അപ്പോൾ നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള ജാതകവും ഇപ്പോഴത്തെ സമയവും അങ്ങനെയൊക്കെയുള്ള നിരവധി കാര്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ജ്യോതിഷപരമായ സംശയങ്ങൾക്ക് തന്നെ വാട്സാപ്പിൽ ബന്ധപ്പെടുകയാണെങ്കിൽ ശരിക്കും ശരിക്കും പറഞ്ഞാൽ പ്രാർത്ഥന തന്നെ പലതരത്തിലുണ്ട്. ഓക്കെ, അപ്പോൾ ഞങ്ങൾ ഡെവലപ്പ് ചെയ്തെടുത്ത ഒരു പ്രാർത്ഥനാ രീതിയുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഡീറ്റെയിൽഡായിട്ട് പറയണമെങ്കിൽ ടൈം എടുക്കും. അപ്പോൾ അതൊക്കെ അതിൽ താല്പര്യമുള്ളവർ ഞാനുമായിട്ട് വാട്സാപ്പിൽ ബന്ധപ്പെടുക. ഓക്കെ. അപ്പോൾ ഇവിടെ ബുധൻ അനുകൂലമാണ്, സൂര്യനും അനുകൂലമാണ്, ശുക്രൻ അനുകൂലമാണ്, ശിഖി അഥവാ കേതു അനുകൂലമാണ്, സർപ്പം അഥവാ രാഹു അനുകൂലമാണ്, ചന്ദ്രൻ അനുകൂലമാണ്. അപ്പോൾ 6 ഗ്രഹങ്ങൾ നമുക്കിവിടെ അനുകൂലമായിട്ട് വരികയും ചെയ്യുന്നു. ഡയറക്റ്റായിട്ട് പ്രതികൂലമായിട്ട് നമുക്ക് ശനി മാത്രവുമാണ്. ബാക്കി 2 ഗ്രഹങ്ങൾ ഗുണദോഷ സമ്മിശ്രമായിട്ട് ഫലം തരുന്നു. ഓക്കെ. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം അത് ഏറ്റവും പ്രധാനം. 3-ാം ഭാവത്തിൽ സൂര്യൻ അനുകൂലമായിട്ട്, 4-ാം ഭാവത്തിൽ ബുധനും അനുകൂലമായിട്ട് വരുന്നു. അപ്പോൾ തൊഴിൽപരമായിട്ടുള്ള നേട്ടം, പിതൃസ്ഥാനീയർക്ക് ഐശ്വര്യം, സന്താനങ്ങൾക്ക് ഉന്നതി. ഓക്കെ. അത് കൂടാതെ നമുക്ക് ഒരു പ്രത്യേകതയുണ്ട്. സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിൽ ഏർപ്പെട്ടിരിക്കുന്നവർക്ക് കൂടുതൽ നേട്ടമാണ്. കാരണം സൂര്യൻ ബുധനും ഇവിടെ അനുകൂലമാണ്. അപ്പോൾ സംസാരകല എന്ന് പറയുമ്പോൾ അഡ്വക്കേറ്റുമാർ, അധ്യാപകർ, കലാകാരന്മാർ, രാഷ്ട്രീയക്കാർ, ഓക്കെ, അതുപോലെ തന്നെ
ബിസിനസ്സുകാർ, ബിസിനസ് എക്സിക്യൂട്ടീവ്സ്, ബിസിനസ് സെയിൽസ്മെൻ, സെയിൽസ് ഗേൾസ്, അങ്ങനെ പിന്നെ മാധ്യമപ്രവർത്തകർ. അപ്പോൾ അങ്ങനെ ഈ സംസാര കലയുമായിട്ട് ബന്ധപ്പെട്ട് തൊഴിലുള്ളവർക്ക് കൂടുതൽ നേട്ടമാണ്. പിന്നെ ഇവർക്ക് ഈ പറയുന്ന പോലെ തൊഴിൽപരമായിട്ടുള്ള നേട്ടം എന്ന് പറയുമ്പോൾ പുതിയ ഒരു ജോലി കിട്ടിയെന്ന് വരാം, ജോലി അന്വേഷിച്ച് നടക്കുന്നവർക്ക് ഒരു ജോലി കിട്ടിയെന്ന് വരാം, അതുപോലെ തന്നെ വീടിന് അടുത്തേക്ക് സ്ഥലം മാറ്റം കിട്ടിയെന്ന് വരാം, ശമ്പള വർധനവ് കിട്ടിയെന്ന് വരാം, അതുപോലെ തന്നെ മേലധികാരികളുടെ പ്രീതിക്ക് പാത്രമായെന്ന് വരാം. അങ്ങനെ പിന്നെ തൊഴിൽപരമായിട്ട് ലാഭവും നേട്ടങ്ങളും വർദ്ധിക്കുന്ന ഒരു കാലഘട്ടമാണ്, പ്രത്യേകിച്ച് ഈ 4 ദിവസം. ഓക്കെ, അതുകൂടാതെ ഇവർക്ക് ശുക്രനും ബുധനും അനുകൂലമായിട്ട് നിൽക്കുന്നു. അപ്പോൾ കലാസാഹിത്യ രംഗത്തും ബൗദ്ധിക രംഗത്തും വിദ്യാഭ്യാസ രംഗത്തും ഉയർച്ചയുണ്ടാവും. വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ് ഉണ്ടാവും. ഭൗതിക സുഖങ്ങൾ, വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ധനവരവ്. പിന്നെ ഇത് എന്താ പറയുക, നമ്മുടെ ഭാഗ്യപരീക്ഷകളിലും സാധ്യതയുണ്ട്. എന്ന് പറഞ്ഞാൽ ലോട്ടറിയിലും മറ്റുമൊക്കെ സമ്മാനം വീഴാനുള്ള സാധ്യതയുണ്ട്. ഞാൻ പറഞ്ഞെന്ന് വിചാരിച്ചിട്ട് നിങ്ങൾ പോയി ലക്ഷക്കണക്കിന് രൂപയ്ക്ക് ലോട്ടറി ഒന്നും എടുത്തേക്കരുത്. ഒരു ലോട്ടറി എടുക്കാവുള്ളൂ. അത് തന്നെ ഞാൻ എൻ്റെ പ്രേക്ഷകർക്ക് ഞാൻ പറയുന്ന ഇതാണ്, നമുക്കിപ്പോൾ ഒരു ദിവസം ഒരു 5000 അല്ലെങ്കിൽ 2000 രൂപ ലോട്ടറിയിൽ കിട്ടിയ സാധാരണ ചെയ്യുന്ന ആൾക്കാരെന്ന് പറയുക എല്ലാവരും ആ കിട്ടിയ മുഴുവൻ മുതലിനും നമ്മളങ്ങ് ലോട്ടറി എടുക്കും. അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. ഇന്ന് 50 രൂപ ലോട്ടറി എടുത്ത് ഇന്ന് 5000 രൂപ അടിക്കുകയാണെങ്കിൽ നാളെയും 50 രൂപയ്ക്ക് എടുക്കാവുള്ളൂ. കിട്ടിയ കാശ് നമ്മൾ ഏതെങ്കിലും തരത്തിൽ സേവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള നേട്ടങ്ങൾ ഇവർക്ക് വരുന്നു. അത് മാത്രമല്ല, പ്രതികൂലമായിട്ട് ഇവിടെ ശനി മാത്രമാണ് നിൽക്കുന്നത്. അതൊരു വലിയ വ്യത്യാസമാണ് കാര്യങ്ങൾ. അപ്പോൾ 22, 23, 24, 25 തീയതികളിൽ നമുക്ക് നേട്ടമാണ്. ചൊവ്വയുടെ മാറ്റം പ്രതികൂലമല്ലെന്ന് മാത്രമല്ല, പ്രതികൂലമായിരുന്നത് ഗുണദോഷ സമ്മിശ്രമായിട്ട് മാറുന്നു. ബുധൻ ഡയറക്റ്റായിട്ട് അനുകൂലമായിട്ടും വരുന്നു. ബുധന് ഏകദേശം ഒരു 3-4 ആഴ്ച ഈ കർക്കിടകത്തിൽ തന്നെ നിൽക്കും. ചൊവ്വ ഏകദേശം 45 ദിവസം അനുകൂലമായിട്ട് തുടരും. അപ്പോൾ ഈ കാലഘട്ടം നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, എപ്പോഴും ഇങ്ങനെയൊക്കെയുള്ള അവസരങ്ങളൊന്നും കിട്ടിയ തരത്തിൽ ഞങ്ങളിത് പ്രത്യേക രാശികൾക്ക് ഈ ഇടിവെട്ട് സൗഭാഗ്യമൊക്കെ വരുമ്പോൾ ഞങ്ങളത് പ്രത്യേകം വീഡിയോ ചെയ്യും. അപ്പോൾ അതൊക്കെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ദയവായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വെളിച്ചം ചാനലിൻ്റെ മുഴുവൻ പ്രേക്ഷകർക്കും സർവകാര്യ വിജയം, സർവവിധ സൗഭാഗ്യം, രാജകീയ സുഖഭോഗങ്ങൾ, അപ്രതീക്ഷിത ധനലാഭങ്ങൾ, അപ്രതീക്ഷിത സൗഭാഗ്യങ്ങൾ ഇവ ഗുരുവായൂരപ്പൻ അനുഗ്രഹിച്ചു തന്ന് എല്ലാവരുടെയും ജീവിതത്തിൽ വെളിച്ചവും ഐശ്വര്യവും സമ്പൽ സമൃദ്ധിയും വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുന്നു. നമസ്കാരം, ശുഭദിനം.